ലോകമെമ്പാടും പരിശുദ്ധാത്മാവ് നൽകുന്ന ഉണർവിൻ്റെ കാറ്റ് ആഞ്ഞടിച്ച് തുടങ്ങിയിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ തീ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് അതിവേഗത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലമായ രാജ്യങ്ങളിൽ പോലും ജനങ്ങൾ ക്രിസ്തു വിശ്വാസത്തിൽ അകന്നിരിക്കുന്നുവെന്ന് പൊതുവെ എല്ലാവരും കരുതുന്ന ഇക്കാലത്ത് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തോട് മറുതലിച്ചു നിന്നിരുന്ന പല ലോകരാജ്യങ്ങളിലും അനേകർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്ന നേർക്കാഴ്ച നമുക്ക് ഈ നാളുകളിൽ കാണാൻ കഴിയും. ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ പണ്ടത്തെ പേർഷ്യ എന്ന് അറിയപ്പെട്ടിരുന്ന ഇറാനിൽ, കടുത്ത മതമൗലികവാദികൾ നിയന്ത്രിക്കുന്ന ഇറാനിൽ ലക്ഷക്കണക്കിന് പേർ ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നു എന്ന വാർത്തകളാണ് ഈ നാളുകളിൽ പുറത്തു വരുന്നത്. ഔദ്യോഗിക രേഖകളിൽ മറ്റ് മതവിശ്വാസമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അനേകർ അവരുടെ പഴയ മതവിശ്വാസത്തെ ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് കഴിഞ്ഞുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിനോ ഏതെങ്കിലും ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രതീകത്തിനോ പോലും പ്രവേശനം നിഷേധിച്ച് വാതിലുകൾ കൊട്ടിയടച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സൗദി അറേബ്യ പോലും പതിയെ പതിയെ ക്രിസ്തു വിശ്വാസത്തിനായി വാതിൽ തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യയിലെ സ്ഥിതി അതിലും അത്ഭുതാവഹമാണ്. ഓരോ വർഷവും ഏകദേശം 20 ലക്ഷം പേർ അവിടെ പുതിയതായി ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ നിലയിൽ മുന്നോട്ട് പോയാൽ 2035 ഇന്തോനേഷ്യ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാഷ്ട്രമായി മാറുമെന്നാണ് പലരുടെയും കണക്കുകൂട്ടൽ. ആകെ ജനസംഖ്യയുടെ ഏകദേശം 11% മാത്രമാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം ഇപ്പോൾ ഇന്തോനേഷ്യയിലെ ക്രൈസ്തവ ജനസംഖ്യ. എന്നാൽ അനൗദ്യോഗിക പഠനങ്ങൾ അനുസരിച്ച് ഇന്തോനേഷ്യയിലെ ഇപ്പോഴത്തെ ക്രൈസ്തവ ജനസംഖ്യ മൊത്തം ജനസംഖ്യയുടെ 20%-നും 30%-നും ഇടയിൽ വരും. ലോക ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്ന ചൈനയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളും ഏറെ പ്രത്യാശാജനകമാണ്. കൊടിയ പീഡനത്തിനും മതപീഡനത്തിനുമിടയിലും അവിടെ തങ്ങളുടെ ജീവന് നേരെയുള്ള ഭീഷണി പോലും വകവയ്ക്കാതെ അനവധി പേരാണ് ചൈനയിൽ ഇപ്പോൾ ദിനംപ്രതി ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. ഭൂഗർഭ സഭകളുടെ എണ്ണം ചൈനയിൽ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നു. ചൈനയിലും ഔദ്യോഗിക രേഖകളിൽ ക്രൈസ്തവ വിശ്വാസം രേഖപ്പെടുത്താതെ രഹസ്യത്തിൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു. കമ്മ്യൂണിസത്തിന്റെ ഉരുക്കുമുഷ്ടി കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ പതിറ്റാണ്ടുകളോളം തടഞ്ഞു നിർത്തിയ ചൈന ക്രൈസ്തവ വിശ്വാസത്തിന് നേരെ ഉയർത്തിയ എല്ലാ വേലിക്കെട്ടുകളും തകർത്തുകൊണ്ട് ചൈനയ്ക്കുള്ളിലേക്ക് ക്രൈസ്തവ വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ വിശ്വാസം ഏറ്റവും വേഗത്തിൽ വ്യാപിക്കുന്നത് മുമ്പ് പറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നുമല്ല, അത് കറുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കയിലാണ്. ഫുലാനി, ബോക്കോ ഹറാം, IS തുടങ്ങി അനേകം തീവ്രവാദ സംഘടനകളുടെ വധഭീഷണി പോലും വകവയ്ക്കാതെ ആഫ്രിക്കയിലെ പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ ഓരോ ആഴ്ചയും തടിച്ചുകൂടുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. ഞായറാഴ്ചകളിൽ അവർ വളരെയേറെ കഷ്ടപ്പെട്ട് വളരെ ദൂരങ്ങളിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തി അവർ ക്രിസ്തുവിനെ ആരാധിക്കുവാനും ദൈവത്തിന് നന്ദി പറയാനും സമയം കണ്ടെത്തുന്നു. പരമ്പരാഗത ക്രൈസ്തവ രാജ്യങ്ങളിലെ ക്രൈസ്തവ വിശ്വാസികളെ ലജ്ജിപ്പിക്കുന്ന വിധമാണ് ആഫ്രിക്കയിലെ ക്രൈസ്തവ വിശ്വാസികളുടെ പ്രവർത്തനങ്ങളും വിശ്വാസികളുടെ എണ്ണത്തിലുള്ള വൻ വളർച്ചയും. വിവിധ സഭകളുടെ പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾ ഒത്തുകൂടുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെ ക്രൈസ്തവ വിശ്വാസികളെ തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിലാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കടുത്ത ക്രൈസ്തവ പീഡനം നടന്നുകൊണ്ടിരിക്കുന്ന നൈജീരിയയിൽ നിന്ന് പോലും വരുന്നത് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രത്യാശ നൽകുന്ന വാർത്തകളാണ്. ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ ഒരു ഭാഗത്ത് കൂട്ടക്കൊലകളും പീഡനങ്ങളും നൈജീരിയയിൽ നടക്കുമ്പോഴും ക്രൈസ്തവ വിശ്വാസികൾ അവരുടെ വിശ്വാസം ത്യജിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, മറ്റു മതവിശ്വാസങ്ങളിൽ നിന്ന് ദിനംപ്രതി ആയിരക്കണക്കിന് പേർ പുതിയതായി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്തത് നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയാണ്.
ലോകത്തിൽ ഇന്ന് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. പരിശുദ്ധ ബൈബിളിൽ പലതവണ പേര് പരാമർശിക്കപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ. ഇന്ത്യയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ വിശ്വാസം കടന്നു വന്നെങ്കിലും വേണ്ടത്ര വളർച്ച ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇന്ന് ആ ഇന്ത്യയിൽ നിന്ന് പോലും ഈ നാളുകളിൽ കേൾക്കുന്ന വാർത്തകൾ ഏറെ ആഹ്ലാദകരമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തിന്റെ വ്യാപനത്തെക്കുറിച്ച് പഞ്ചാബിൽ നിന്ന് വരുന്ന വാർത്തകൾ. അവിടെ സുവിശേഷം പങ്കുവയ്ക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ 10,000-കണക്കിന് പേരാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ ഞായറാഴ്ചകളിലും പഞ്ചാബിൽ നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്നത് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ്. പഞ്ചാബിൽ നിന്ന് മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തിന്റെ വ്യാപനത്തെ സംബന്ധിച്ച് വളരെ പ്രത്യാശ നിർഭരമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പുതിയതായി ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവരുടെ എണ്ണം കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഔദ്യോഗിക രേഖകളിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരുടെ മതവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ മുമ്പ് പിന്തുടർന്നിരുന്ന മതവിശ്വാസം ആയതിനാൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരുടെ കൃത്യമായ എണ്ണം കണ്ടെത്താൻ എളുപ്പമല്ല. എങ്കിലും പലരും നടത്തിയ പഠനങ്ങളും നിഗമനങ്ങളും അനുസരിച്ച് മുമ്പ് സൂചിപ്പിച്ച സംസ്ഥാനങ്ങളിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം കോടിക്കണക്കിന് വരും. ഈ കാര്യങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ഇപ്പോൾ കടന്നു പോകുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ വളർച്ചയെ സംബന്ധിച്ച് ഉണർവിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് എന്നാണ്. ഈ ഉണർവിന്റെ കാലഘട്ടത്തെ വലിയ ഒരു കൊയ്ത്തിന്റെ അവസരമായി കണ്ട് അതിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ ക്രൈസ്തവ സഭകൾക്ക് കഴിയണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവേ എന്നെയും ഉപയോഗിക്കണമേ എന്ന് ഓരോ ക്രൈസ്തവ വിശ്വാസിയും പ്രാർത്ഥിക്കണം. പരിശുദ്ധ ബൈബിളിൽ ക്രിസ്തുവിന്റെ 2ാം വരവിനെയും യുഗാന്ത്യത്തെയും സൂചിപ്പിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം തിരുവചനമാണ്. ആ വചനം ഇങ്ങനെയാണ്: എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും. അതായത് ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് യുഗാന്ത്യം ആഗതമാകുക. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ വരവ് ത്വരിതപ്പെടുത്തുവാൻ നാം ചെയ്യേണ്ട ഏക കാര്യം ലോകമെങ്ങും എത്രയും വേഗത്തിൽ സുവിശേഷം എത്തിക്കുക എന്നതാണ്. ഇന്റർനെറ്റ് അടക്കമുള്ള ആധുനിക വാർത്താ മാധ്യമങ്ങൾ ഉപയോഗിച്ചും മറ്റു മാർഗങ്ങളിലൂടെയും ലോകമെങ്ങും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഉണർവിനെ, ആ ദൈവവചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് സഭയും ലോകവും നീങ്ങുന്നതിന്റെ സൂചനയായി വേണം നാം കാണുവാൻ. അതിനാൽ ഇപ്പോഴത്തെ ഉണർവിനെ സ്വീകരിച്ച് ആ ഉണർവിന്റെ ഭാഗമായി നമുക്കും ആ മഹായജ്ഞത്തിൽ പങ്കാളികളാകാം. അങ്ങനെ ക്രിസ്തുവിന്റെ 2ാം വരവ് ത്വരിതപ്പെടട്ടെ. മാറാനാഥ, കർത്താവേ വേഗം വരേണമേ.